അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്പൂണ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 6 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു 3 സ്പൂണ് ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്തെടുക്കാം. നമുക്ക് കുതിർത്തെടുത്ത അരി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് കുറച്ച് ചോറും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നൈസായിട്ട് അരച്ചെടുക്കണം. നമുക്ക് കുതിർത്ത് വെച്ച പരിപ്പ് വെള്ളത്തോടെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കാം. നമുക്കിത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ വേണ്ടി ഒരു തേങ്ങാ ചട്നി തയ്യാറാക്കിയെടുക്കാം. മിക്സിൻ്റെ ജാർക്ക് 3 സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും 2 പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കാം. നമുക്ക് ദോശ ചുട്ടെടുക്കാം. 1.5 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് മുകൾക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.